നമ്മുടെ ലൈഫ് ടൈമിൽ മിക്കവാറും നമ്മൾ കാണാൻ സാധ്യതയില്ലാത്ത കുറച്ച് മിസ്റ്ററീസ് പറയാം. ജോൺ എഫ് കെനഡി കൊല്ലപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ജാക്കി കെനഡി തൊട്ടടുത്തിരിപ്പുണ്ടായിരുന്നു. JFKക്ക് വെടിയേറ്റപ്പോൾ അദ്ദേഹത്തിന്റെ രക്തം ഭാര്യയുടെ പിങ്ക് സ്യൂട്ടിലും ഹാറ്റിലും ഗ്ലൗസിലും തെറിച്ചു വീണിരുന്നു. JFKയുടെ മരണം സ്ഥിരീകരിച്ച ശേഷം അവർ ചെയ്തത് എന്താണെന്ന് അവർ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ ചോര തെറിച്ച വസ്ത്രം ജാക്കി കെനഡി മാറാൻ വിസമ്മതിച്ചു. ബട്ട് ഇവൻച്വലി ഈ പിങ്ക് ഉടുപ്പും തൊപ്പിയും ഗ്ലൗസും US നാഷണൽ ആർക്കൈവ്സിന് ഡൊണേറ്റ് ചെയ്തു. പക്ഷെ ഡൊണേറ്റ് ചെയ്തതിൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. 100 വർഷം കഴിഞ്ഞേ ഈ ഐറ്റംസ് പബ്ലിക്കിന് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് റിലീസ് ചെയ്യാൻ പാടുള്ളൂ. എന്തിനാണിത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളത് ഇറ്റ്സ് എ മിസ്റ്ററി. അനദർ വിയർ തിങ് ഈസ് JFKയുടെ രക്തം പുരണ്ട ജാക്കി കെനഡിയുടെ തൊപ്പിയും ഗ്ലൗസും ഇല്ലേ, അതിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഏതോ ഒരു സമയത്ത് അത് രണ്ടും മിസ്സായിപ്പോയി. സെക്കൻഡ് വൺ, ഫ്യൂച്ചർ ലൈബ്രറി പ്രോജക്റ്റ്. 2014 തൊട്ട് ഓരോ വർഷത്തിലും ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ്റെ പബ്ലിഷ് ചെയ്യാത്ത ഒരു പുസ്തകത്തിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റ് നോർവേയിലെ ഒരു സീക്രട്ട് വോൾട്ടിൽ എല്ലാ വർഷവും കൊണ്ട് വെക്കുന്നുണ്ട്. ഏത് റൈറ്ററാണ് എന്നുള്ളത് യുനാനിമസ്ലി ഒരു ഗ്രൂപ്പ് തിരഞ്ഞെടുക്കും. പ്രോജക്റ്റിൻ്റെ ഭാഗമായി 2014 1000 മരങ്ങൾ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. 100 വർഷം കഴിഞ്ഞ് 2114 ഈ വോൾട്ട് തുറക്കുക. എന്നിട്ട് ഈ മരങ്ങൾ മുറിച്ചുണ്ടാക്കുന്ന പേപ്പറിലാവും ഈ 100 പുസ്തകങ്ങൾ പ്രിന്റ് ചെയ്യുക. ആ 100 പുസ്തകങ്ങൾ ഏതാണെന്ന് നമ്മൾ ഒരിക്കലും അറിയില്ല. റോബർട്ട് റോഡ്രിഗസ് സംവിധാനം ചെയ്ത് 2015 പൂർത്തിയായ സിനിമയാണ് 100 Years. ഇപ്പം ജീവിച്ചിരിക്കുന്ന ആരും പ്രോബബ്ലി ഈ സിനിമ കാണില്ല. കാരണം 2115 ഇത് റിലീസ് ചെയ്യുന്നത്. ഫ്രം വാട്ട് ഐവ് റെഡ്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയ AI കൺട്രോൾഡ് പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ഡിസ്റ്റോപ്യൻ തീമാണത്രേ ഈ സിനിമയ്ക്ക്. ഈ സിനിമ കമ്മീഷൻ ചെയ്തേക്കുന്നത് ഫ്രഞ്ച് ലക്ഷറി ബ്രാൻഡായ ലൂയി 13 കോൺയാക്കാണ്. പൂർത്തിയായ ഈ സിനിമ ലൂയി 13 കോൺയാക്കിലെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ബുള്ളറ്റ് പ്രൂഫായ ഹൈടെക് വോൾട്ടിൽ ടൈം സീൽ ചെയ്ത് വെച്ചേക്കാണ്. എന്നുവെച്ചാൽ November 18, 2115 ഈ വോൾട്ട് ഓട്ടോമാറ്റിക്കലി അങ്ങ് തുറക്കും. വളരെ സെലക്റ്റഡ് ആയ ഇപ്പോഴുള്ള 1000 സെലിബ്രിറ്റീസ്, ഇൻഫ്ലുവൻഷ്യലായ ആൾക്കാർക്ക് 2015 മെറ്റൽ ടിക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ടിക്കറ്റ്സ് കിട്ടിയവരുടെ ഡിസെൻഡൻസ് ആയിരിക്കും 2115 ഈ സിനിമയുടെ പ്രീമിയർ കാണാൻ പോകുന്നത്.